നമസ്കാരം. നമസ്കാരം. ഈ നമുക്ക് ജനത്തിന് ഏറെ താല്പര്യമില്ലെങ്കിലും ഇടതുപക്ഷത്തിന് ഏറെ താല്പര്യമുള്ളൊരു സംഭവം ഇന്ന് AK സെന്ററിൽ നടന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. നിർണായകമാണ്. അതെ, ചേർന്നു കഴിഞ്ഞു. CPM ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണി നേരിട്ട ആ ഒരു സാഹചര്യങ്ങളെ എങ്ങനെയാണെന്ന് വിലയിരുത്താൻ ചേർന്ന ആദ്യത്തെ സെക്രട്ടേറിയറ്റ് യോഗം. അതെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ശ്രദ്ധേയമായ സവിശേഷത അല്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ യോഗത്തിൽ പങ്കെടുത്തില്ല. അദ്ദേഹം കണ്ണൂരായിരുന്നു. ഇനി കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാനുള്ള അസൗകര്യം കൊണ്ടാണോ പാർട്ടി സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാത്തത്, അതോ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടാണോ എന്നുള്ളത് ഇനി അറിയാം. പക്ഷേ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുകയാണ്. അതിനുമുമ്പ് പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദനൊക്കെ ഒരുപാട് വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. 50 സ്ട്രോങ് സീറ്റുകൾ, പിന്നെ 22 അതിനും താഴ്ന്ന 22 സീറ്റുകൾ, പിന്നെ കിട്ടുന്നതെല്ലാം നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത സീറ്റുകൾ. അങ്ങനെയാണ് ഒരു 90 കടക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് പ്രശാന്ത് അതിന്റെ ഒരു അവസ്ഥ? 90 കടക്കുമെന്നൊക്കെ പാർട്ടി സെക്രട്ടറി പറഞ്ഞെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതിൻ്റെ ഒരു ലാഞ്ചനയും കണ്ടില്ല. വളരെ ദുർബലമായിരുന്നു. കഷ്ടിച്ച് ഭൂരിപക്ഷം, അതായത് വളരെ ചെറിയ ഒരു മാർജിനിൽ വിജയിക്കും. അതായത് കേവല ഭൂരിപക്ഷത്തിന് 71 സീറ്റ് വേണം. അപ്പോൾ ഒരു 75 സീറ്റിലൊക്കെ എന്ന് പറഞ്ഞ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു ചർച്ച നടക്കുകയായിരുന്നു. പക്ഷേ വാസ്തവത്തിൽ CPM പറയാതെ പറഞ്ഞത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയാതെ പറഞ്ഞത് ഒരു ട്രെൻഡും ഇല്ലായിരുന്നു എന്നാണ്. ഇവർ പറഞ്ഞത് വലിയ ട്രെൻഡുണ്ട്, ഭരണവിരുദ്ധ തരംഗമില്ല, ഭരണവിരുദ്ധ വികാരമില്ല, CPMന് അനുകൂലമായ ട്രെൻഡാണ്, അതുകൊണ്ട് 90-ലധികം സീറ്റ്, ചിലപ്പോൾ അത് 100 കടക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ടെടുപ്പ് ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പറഞ്ഞത്, സീറ്റുകളുടെ എണ്ണം കൂടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു ട്രെൻഡും ഉള്ളതായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു വിലയിരുത്തൽ ഉണ്ടായില്ല. ഇത് സംബന്ധിച്ച് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു. ഇന്ന് മാത്രമല്ല, സിറ്റിംഗ് സീറ്റുകൾ 25 നഷ്ടപ്പെടും. ഈ 50-ൽ 50 അല്ല, കഴിഞ്ഞ തവണ 97 ആണല്ലോ, 97-98 സീറ്റായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സീറ്റുകളിൽ നിന്ന് 25 ഠിം എന്ന് പൊട്ടും. ഇവർ ഘടകകക്ഷികളെയും ചേർത്താണ് ഈ പറയുന്നത്. ഘടകകക്ഷികളെയും എല്ലാം ചേർത്താണ്. കാരണം ടോട്ടൽ മുന്നണിക്കാണല്ലോ സീറ്റ് കിട്ടിയത്. ഈ 98 സീറ്റ് കിട്ടിയത് ടോട്ടൽ മുന്നണിക്കല്ലേ. അതിൽ നിന്ന് 25 വരെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടും. ഇവർ വളരെ തന്ത്രപൂർവ്വമാണ് പറയുന്നത് കേട്ടോ. CPMന്റെ സീറ്റുകൾ നഷ്ടപ്പെടും എന്നല്ല അവർ പറയുന്നത്. മൊത്തത്തിൽ അവർ 25 സീറ്റുകൾ നഷ്ടപ്പെടും എന്നാണ്. പക്ഷേ ഈ നമ്മൾ വാസ്തവത്തിൽ ആഴത്തിലിറങ്ങി പരിശോധിക്കുമ്പോൾ അത് CPMന്റെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുന്നതല്ലേ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആശങ്ക ചേർന്നൊരു കത്ത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് എന്തിന് ഇലക്ഷൻ കമ്മീഷൻ ഈ പോളിംഗ് ശതമാനം സംബന്ധിച്ച് അവസാന കണക്കുകൾ രഹസ്യമാക്കി വയ്ക്കുന്നു, നിങ്ങൾ ഓരോ മണ്ഡലത്തിലെയും കണക്കുകൾ എന്തുകൊണ്ട് പുറത്തു വിട്ടില്ല എന്നൊക്കെ. അപ്പോൾ പ്രതിപക്ഷത്തിന് അപ്പോൾ അത്തരം കണക്കുകൾ ലഭിച്ചിട്ടില്ല. അപ്പോൾ UDFനും CPMനും വളരെ വ്യക്തമായി ഈ കണക്കുകൾ ഉണ്ടെങ്കിൽ അത് അവരുടെ പാർട്ടി ബേസിൽ നിന്ന് തന്നെ കിട്ടിയ അല്ല. LDFനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം അവർ താഴെ തട്ടിൽ ഈ ബൂത്തിൽ ഇന്നേജൻ്റായിട്ട് പോകുന്ന ആൾ കൊടുക്കുന്ന കണക്ക് മതി അവർക്ക് കൃത്യമായിട്ട് ആ മണ്ഡലത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പറയാൻ. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് ഏകദേശം പറയാൻ പറ്റും. അതായത് 4500-നും 4750-നും ഇടയ്ക്ക് വോട്ടിന് ജയിക്കും എന്ന് പറയാൻ കരുത്തുള്ളൊരു പാർട്ടിയാണ് CPM. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ആ CPM ആണ് ഈ വിലയിരുത്തൽ നടത്തിയിട്ട് അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഈ പറഞ്ഞതുപോലെ അവസാനത്തെ അപ്ഡേഷൻസ് അത് വരാൻ ഇനിയും സമയമെടുക്കും. കാരണം ഈ പറഞ്ഞതുപോലെ മറ്റു പല ഈ ബൂത്തിൽ വന്ന് ചെയ്ത വോട്ടുകളെക്കുറിച്ച് മാത്രമാണല്ലോ നമ്മുടെ ഇപ്പോൾ കണക്കുള്ളത്. തപാൽ വോട്ടുകളുണ്ട്, വീടുകളിൽ പോയി ശേഖരിച്ച വോട്ടുകളുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഇത് സോർട്ട് ചെയ്ത് ടാബുലേറ്റ് ചെയ്തൊക്കെ വരണമെങ്കിൽ ഒരല്പസമയമെടുക്കും. അത് നമ്മൾ എന്താ പറയുക, മെഷീൻ ഉപയോഗിച്ച് മാത്രം, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മാത്രം ചെയ്താൽ പോരാ, മാനുവലി കൂടെ അത് ക്രോസ് ചെക്ക് ചെയ്യണം. കാരണം പറയുന്ന സംഖ്യ തെറ്റുകുറ്റങ്ങൾക്ക് അതീതമായിരിക്കണം. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കിടന്ന് കയറ് പൊട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് അതിൽ പുറത്തു വരേണ്ട സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനൊരു സമയപരിധിയുണ്ട്. ആ സമയപരിധി കഴിഞ്ഞു പോയാൽ ശരി, അങ്ങ് പറയുന്നതിൽ
കാര്യമുണ്ട്, പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ കാര്യമുണ്ട്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ വരും. അപ്പോൾ ഈ സിറ്റിംഗ് സീറ്റുകളിൽ 25 നഷ്ടപ്പെടും എന്നാണ് വിലയിരുത്തൽ സെക്രട്ടേറിയറ്റിൻ്റെ. എന്ന് മാത്രമല്ല UDF-ൽ നിന്ന് 3 മുതൽ 5 വരെ സീറ്റുകൾ പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. നോക്കൂ, വെറും 3 തൊട്ട് 5 വരെ സീറ്റുകളാണ് UDF ഇന്ന് പിടിച്ചെടുക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് 25 സീറ്റുകളാണ്. ഇനി 10 മുതൽ 15 വരെ മണ്ഡലങ്ങളിൽ 3000-ന് താഴെയായിരിക്കും ഭൂരിപക്ഷം. എന്ന് വെച്ചാൽ ആ 10 മുതൽ 15 മണ്ഡലങ്ങളും കൂടി തോക്കാനാണ് സാധ്യത. നിർണായകമാണ്, വളരെ. അതെ, നെറ്റ് നെക്കാണ്. അവിടെയും തോൽക്കാനാണ് സാധ്യത എന്ന് പറയാതെ പറയുകയാണ് CPM. ഈ ഭൂരിപക്ഷത്തിന്റെ കണക്കാണേ പറഞ്ഞത്. പക്ഷേ സെക്രട്ടേറിയറ്റിലാകുമ്പോൾ ഈ പാർട്ടി നേതാക്കളെല്ലാം മനസ്സ് തുറക്കുന്നൊരു വേദിയാണ്. അതൊക്കെ ആണെങ്കിലും ഈ ഇരട്ടച്ചങ്കനും കാരണഭൂതനും ഒക്കെ ആയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സ് തുറന്ന അഭിപ്രായം പറയാനുള്ള ധൈര്യമൊന്നും ആർക്കും ഉണ്ടാവില്ല. ഇത്തവണ അദ്ദേഹം ഇല്ലായിരുന്നു. അതിന് കാരണം പലതും ഉണ്ടാകാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവർ പറയുന്നത് പാർട്ടി വിട്ട് വിമതരായിട്ട് കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ച ആളുണ്ട്. അമ്പലപ്പുഴയിൽ G. സുധാകരൻ, തളിപ്പറമ്പിൽ ഗോവിന്ദൻ ഒക്കെയുണ്ട്. പിന്നെ വർക്കലയിൽ സ്മിത സുന്ദരേശൻ, അതും BJP കാൻഡിഡേറ്റ് ആയിട്ട്. കോൺഗ്രസ് പക്ഷത്ത് പോയാൽ പോലും CPM-ന് ഇത്രയും നാണക്കേടുണ്ടാവില്ല. ഇതൊരു വനിത BJP കാൻഡിഡേറ്റ് ആയിട്ട് താമര ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച് CPM-നെ വെല്ലുവിളിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളെ ജയിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ വലിയ ആശങ്കയുണ്ട് എന്ന് സെക്രട്ടേറിയറ്റിൽ തുറന്നു പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച നടന്നു. അവിടെ ഈ CPM വിമതർ മത്സരിച്ച ഇവർ സ്വന്തം കണക്ക് സംശുദ്ധമാക്കിയിട്ട് വേണ്ടേ മറ്റേ വിമതരുടെ, അതായത് പ്രതിപക്ഷത്തിന്റെ കണക്ക് നോക്കുന്ന പോലെയാണ് വിമതരുടെ കണക്ക്. അപ്പൊ ഈ വിമതർ എത്ര വോട്ട് കൊണ്ടുപോയി എന്നുള്ളതിലായിരിക്കും അവിടെ ശ്രദ്ധ, അല്ലേ? അതെ അതെ. അമ്പലപ്പുഴയിലടക്കം, അതെ, ഈ വർക്കലയിലടക്കം വിമതർ എത്ര പാർട്ടി വോട്ടുകൾ ഒപ്പം കൊണ്ടുപോയി. അതാ സത്യത്തിൽ CPM-നെ നമ്മൾ പഠിക്കേണ്ടത് അവിടെയാണ്. അവരുടെ ആ മിഷനറി അത്ര കൃത്യമാണ്. അതായത് നിങ്ങൾ നിഷ്പക്ഷമായ എത്ര വോട്ട് പിടിച്ചു, നിങ്ങളുടെ പാർട്ടി വോട്ട് എത്ര പിടിച്ചു എന്നുള്ളതിനേക്കാൾ അവർ ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ എത്ര വോട്ട് അവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു BJP-കാരൻ മത്സരിക്കുന്നു, ഒരു കോൺഗ്രസ്സുകാരൻ മത്സരിക്കുന്നു. BJP-ക്ക് ഈ മണ്ഡലത്തിൽ എത്ര വോട്ടുണ്ട്, അതിൽ എത്ര വോട്ട് ഇയാൾക്ക് കിട്ടും, ഇതൊക്കെ CPM-ന് കണക്കൂട്ടാൻ പറ്റും. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്ര കൃത്യമായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. കുറച്ചെങ്കിലും അതിനോട് അടുത്ത് നിൽക്കുന്നത് BJP മാത്രമാണ്. കോൺഗ്രസിന് അങ്ങനെ ഒരു പതിവേ ഇല്ല. കാരണം അവരുടെ ബൂത്ത് ഏജന്റ് ഇന്ന ഏജന്റ് എന്ത് ചെയ്യായിരുന്നു, അവരുടെ ബൂത്തിലിരുന്ന ഇന്ന ഏജന്റും ഔട്ട് ഏജന്റും എന്ത് ചെയ്യായിരുന്നു, അവർക്ക് കണക്കെടുത്തൂടെ? അവിടെ എല്ലാം ഉണ്ട്. ഞാൻ വോട്ട് ചെയ്യാൻ പോയ സ്ഥലത്ത് കോൺഗ്രസിന്റെ, UDF-ന്റെ, LDF-ന്റെ, BJP-യുടെ 3 പേരുടെ ആൾക്കാരുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് അവർ കണക്ക്. കാരണം ഈ 3 പേരെ എനിക്കറിയാം, ഈ 3 പേർക്കും എന്നെ അറിയാം, ആ നാട്ടിൽ എല്ലാവരെയും അറിയുന്നവരാണ് ആ 3 പേരും. അവർ വളരെ കൃത്യമായിട്ട് ഈ ഇന്ന വോട്ട് ഇന്നാർക്കാണെന്ന് അവർക്കറിയാം. പക്ഷേ എന്താ കോൺഗ്രസിന് ഈ കണക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? അതൊരു ചോദ്യമാണ്. അതിന് സത്യത്തിൽ മറുപടി പറയേണ്ടത് VD സതീശനാണ്, നമ്മളല്ല. ഇരിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ വിമതന്മാരുടെ വോട്ട്, വിമതന്മാർ പിടിക്കുന്ന വോട്ട്, അത് വലിയ ആശങ്ക സെക്രട്ടേറിയറ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു വിഷയം തളിപ്പറമ്പ് അവരെടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. കാരണം തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ വോട്ട് ചേർത്തു എന്ന് കൃത്യമായിട്ട് CPM വിലയിരുത്തിയിട്ടുണ്ട്. ആ വോട്ട് തീർച്ചയായിട്ടും ഗോവിന്ദന് പോവും. അത് CPM-ന് വലിയ വെല്ലുവിളിയാണ്. സത്യത്തിൽ തളിപ്പറമ്പിൽ ഒരു പക്ഷേ അമ്പലപ്പുഴയിൽ തോറ്റാൽ പോലും അവർക്ക് ഇത്രയും നാണക്കേടുണ്ടാവില്ല. പക്ഷേ പാർട്ടിയുടെ പൊന്നാപുരം കോട്ടയായ തളിപ്പറമ്പിൽ തോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ തോൽവിയല്ല. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി സത്യത്തിൽ പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര ശക്തമാണ് മട്ടന്നൂരും പയ്യന്നൂരിലും തളിപ്പറമ്പിലും കൂത്തുപറമ്പിലും തലശ്ശേരിയിലുമൊക്കെ. ഇതൊക്കെ പാർട്ടി ഗ്രാമങ്ങളാണ്, തിരുവായ്ക്ക് എതിർവായില്ലാത്ത സ്ഥലങ്ങളാണ്. അവിടെ പാർട്ടി തോക്കുക എന്ന് പറഞ്ഞാൽ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പേരാവൂരിൽ പോട്ടെ, അത് ഒരു കോൺഗ്രസ് മണ്ഡലമാണ്, പേരാവൂരിലെ കഥ നമ്മൾ പറയുന്നില്ലല്ലോ. പക്ഷെ തളിപ്പറമ്പിൽ തോറ്റാൽ CPM തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. സഖാവ് പിണറായി വിജയനും സഖാവ് MV ഗോവിന്ദനും ഒക്കെ പിന്നെ തല ഉയർത്തി നടക്കാൻ സാധിക്കില്ല, അത്ര ഗതികേടിലാണ്. കണ്ണൂരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതായത് MV ഗോവിന്ദന്റെ ഭാര്യ മത്സരിക്കുന്നു, അപ്പോൾ അങ്ങനെയുള്ളൊരു വിവാദം. പിന്നീട് ശൈല ടീച്ചറിനെ
ഇത്തവണ അകറ്റി നിർത്തുമോ എന്നുള്ളത്. കാരണം അല്ല, അകറ്റി നിർത്തിയല്ലോ, അതിനാണല്ലോ പേരാവൂര് പറഞ്ഞു വിട്ടത്. കഴിഞ്ഞ തവണ അകറ്റി മന്ത്രിസഭയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി അല്ലേ. ഇക്കുറി തോക്കുന്നെങ്കിൽ തോക്കട്ടെ, ജയിച്ചു വന്നാൽ ഒരു കോൺഗ്രസിന്റെ സീറ്റ്, മുമ്പ് അവിടെ ജയിച്ചിട്ടുണ്ട് അവര്, അത് ആ ന്യായം പറഞ്ഞാണ് അവരെ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതെന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനകത്ത് ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ് ഫലം വരുമ്പോൾ. എന്തായാലും ഈ പറഞ്ഞതുപോലെ സുധാകരൻ, നേരത്തെ രാജേഷ് ജി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. സുധാകരൻ എത്ര CPM-ന്റെ എത്ര വോട്ടുകൾ പിടിച്ചെടുക്കും? കൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ കൂടെ കൊണ്ടുപോയി എത്ര വോട്ടുകൾ പിടിച്ചെടുക്കും? സ്ഥാനാർത്ഥി മാത്രമല്ല പോകുന്നത്. ഇത് സെക്രട്ടേറിയറ്റിൽ മിണ്ടിയിട്ടില്ല, ആരും ചർച്ച ചെയ്തിട്ടില്ല ഈ വിഷയം. അവിടെ വിമതന്മാരൊന്നും ജയിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും വലിയ ആശങ്ക പല അംഗങ്ങളും പങ്കുവെച്ചു. കാര്യമുണ്ട്. സെക്രട്ടേറിയറ്റിൽ ജി സുധാകരനെ പറ്റി ഒരു വാക്ക് മിണ്ടിയാൽ, കമാന്ന അക്ഷരം പറഞ്ഞാൽ അത് അദ്ദേഹം മിനിറ്റുകൾക്കകം അറിയും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് പ്രതികരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളാകും. കൂടുതൽ പേർ സുധാകരന്റെ ടാർഗറ്റിലേക്ക് വരും. അതാകണം അത് പറയാത്തത്. അതെ, സുധാകരനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് പറയാത്ത. ഇനി മറ്റൊരു വിഷയം പറയാം. ഇത്രയും ഈ ആശങ്കയെല്ലാം പങ്കുവച്ചിട്ട് ഇവർ അവസാനം ഒരു ന്യായം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, ഇത് ഉറച്ച പാർട്ടി വോട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ കണക്കെടുത്തിരിക്കുന്നത്. അനുഭാവികളുടെയും പാർട്ടി സഹയാത്രികരുടെയൊക്കെ വോട്ടുകളുണ്ട്, അതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ എടുത്തിട്ടില്ല. അതുകൂടെ വരുമ്പോൾ ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നൊരു ന്യായം. താഴെ നമ്മൾ NB ഇട്ടിട്ടൊരു സാധനം ചേർക്കുമല്ലോ, അതുപോലെ ഈ റബ്ബർ ഷീറ്റ് ഉണക്കാനിടുമ്പോൾ ഈ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് അതിന്റെ വെയിറ്റ് പിന്നെയും കുറയും. അതറിയില്ല. കടയിൽ കൊണ്ട് തൂക്കി നോക്കുമ്പോഴാണ് അത് അറിയുന്നത്. അയ്യോ, അപ്പോൾ വാങ്ങുന്നയാൾ പറയും ചൂട് കൂടുതലല്ലേ, ജലാംശം പോയി എന്ന് പറയും. അപ്പൊ അതേപോലത്തെ ഒരു അവസ്ഥ ആറന്മുളയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. അല്ല, ഞാൻ ആ കണക്കിലേക്ക് വരുന്നത്. ഈ പറഞ്ഞതുപോലെ മലബാറിൽ പല സ്ഥലങ്ങളിലും ഈ തിരിച്ചടി ഉണ്ട്, അത് പാർട്ടി അംഗീകരിക്കുന്നു. എന്നാൽ മധ്യ കേരളത്തിൽ എറണാകുളത്ത്, തൃശ്ശൂരിൽ, കോട്ടയത്ത്, ഇടുക്കിയിൽ അവിടെയും തിരിച്ചടികളുണ്ട്. അവിടെ വിചാരിച്ചതുപോലെ അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പാർട്ടി സെക്രട്ടേറിയറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ പത്തനംതിട്ടയിൽ അങ്ങനെയല്ല. പത്തനംതിട്ട കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മുഴുവനും കൂടെ നിർത്തും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ്. പ്രത്യേകിച്ചും ആറന്മുളയിൽ വീണ ജോർജ് 8000 വോട്ടിന് ജയിക്കും എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ സത്യത്തിൽ മത്സരം അബിൻ വർക്കിയും കുമ്മനം രാജശേഖരനും തമ്മിലായിരുന്നു. വീണ ചിത്രത്തിലേ ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഫലം വരുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. മറ്റൊന്ന്, മലപ്പുറത്ത് പൊന്നാനി, അതുപോലെ തവനൂര്, തിരൂര് തുടങ്ങിയ സീറ്റുകളുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ 3 സീറ്റിലെങ്കിലും CPM വിജയം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 3 സീറ്റിൽ കടുത്ത മത്സരം നടന്നു എന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് വിജയ പ്രതീക്ഷ ഒട്ടുമില്ല എന്നുകൂടിയാണ്. ഈസി വാക്ക് ഓവർ ഇല്ല എന്നാണ്. അതായത് CPM വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് അനുകൂലമല്ല. പ്രതിപക്ഷത്തേക്ക് തീർച്ചയായിട്ടും കാറ്റ് പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ട് വീശിയിരിക്കുകയാണ്. അത് ഒരു ഭരണ തുടർച്ചയ്ക്ക് കാരണമാകില്ല എന്ന് വളരെ കൃത്യമായിട്ട് CPM മനസ്സിലാക്കിയിരിക്കുന്നു. 20 പേരും സ്പീക്കറും കൊടിവെച്ച കാറിൽ പോകില്ല, ഒരാൾ മാത്രമേ പോകും തീരുമാനമായി. അത് ആ ഒരാളിന്റെ കാര്യവും കണ്ടു തന്നെ അറിയണം. അതെ, ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ കഷ്ടിച്ചു ഭരണം നിലനിർത്തും എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് ഇനി എന്തായാലും മെയ് 4 വരെ സമയമുണ്ട്. ഇന്നിപ്പോൾ 13 ആയുള്ളൂ തീയതി. 10-20 ദിവസത്തിൽ കൂടുതൽ സമയമുണ്ട്. ഇത് ഓരോ ദിവസം കഴിയുന്തോറും പാർട്ടിയുടെ ആത്മവിശ്വാസം കുറഞ്ഞു വരും എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ഇതേ ട്രെൻഡ് ആയിരുന്നല്ലോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. അതെ, 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞതെന്താന്ന് വെച്ചാൽ ഏതാണ്ട് 10-16 സീറ്റിൽ ഞങ്ങൾ ജയിക്കും എന്നാണ് പറഞ്ഞത്. മലപ്പുറവും പൊന്നാനിയും വരെ പിടിച്ചെടുക്കും പറഞ്ഞതാണ്. അതുപോലെ തന്നെ മറ്റൊരു 2019 സമാനമായിരുന്നു. അതായത് 2004 ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായത് 2014 അന്ന് 8 സീറ്റിൽ അവർ ജയിച്ചു, 12 സീറ്റിൽ UDF ജയിച്ചു. അന്നാണ് BJP വലിയ രീതിയിൽ വോട്ട് പിടിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ 2004 തെരഞ്ഞെടുപ്പ് ഫലം 18-1-1
18 സീറ്റ് LDF-ഉം 1 സീറ്റ് UDF-ഉം 1 സീറ്റ് അന്ന് NDA PC തോമസ് മൂവാറ്റുപുഴയിൽ നിന്ന് വിജയിച്ച 18-1-1 എന്നുള്ള ഇത് ഇപ്പോഴും അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 2004 ഫലം ആവർത്തിക്കും എന്ന് പറയാറുണ്ട്. ഇനി അതൊക്കെ കണ്ടു തന്നെ അറിയണം. ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ഏതെങ്കിലും വിധത്തിലൊന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും ഇടതുപക്ഷത്തിന് കഴിയുമോ എന്ന ഒരു ചോദ്യമാണ് സത്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നിരിക്കുന്നത്. ആർക്കും അത് ചോദിക്കാനുള്ള ഒരു ധൈര്യമില്ല. പക്ഷേ എങ്കിലും അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നമുക്ക് അവിടെ അത് പറ്റില്ലേ, ഇവിടെ ഇത് പറ്റില്ലേ, 25 സിറ്റിംഗ് സീറ്റിൽ നമ്മൾ പുറകോട്ട് പോയില്ലേ, 3 മുതൽ 5 സീറ്റ് വരെ UDF-ൽ നിന്ന് പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ മെഴുകി ഇനി ഇത് 20 ദിവസം 22 ദിവസം കൂടി ഇങ്ങനെ അങ്ങ് പോവും. മെയ് 4-ാം തീയതി പെട്ടി പൊട്ടിച്ച് കഴിയുമ്പോൾ കൃത്യമായ ന്യായീകരണങ്ങളുമായിട്ട് ക്യാപ്സ്യൂളുകളുമായിട്ട് നേതാക്കൾ രംഗത്ത് വരും. ക്യാപ്സ്യൂളുകളൊക്കെ AKG സെൻറ്ററിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ കൃത്യമായിട്ട് സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ടും ചാനൽ ചർച്ചകളിൽ പറയാൻ വേണ്ടിയിട്ടും ചാനലുകൾക്ക് ബൈറ്റ് കൊടുക്കുമ്പോഴും എല്ലാം കൃത്യമായി നേതാക്കളിലേക്ക് അത് എത്തും. ആ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പുതിയ ന്യായവാദങ്ങൾ നമുക്ക് കേൾക്കാം. അതിനുള്ള ഒരു ഇടവേളയാണ് ഈ 10-20 ദിവസം. ഈ 20 ദിവസം കൊണ്ട് വളരെ കൃത്യമായിട്ട് ന്യായങ്ങളെല്ലാം പിന്നെ കൃത്യമായി ക്യാപ്സൂൾ രൂപത്തിൽ അണികളിലേക്ക് എത്തും. അണികളത് പുറത്തു വിടുകയും ചെയ്യും. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ കൃത്യമായിട്ട് പാർട്ടിക്ക് ഒരു ഈസി വാക്ക് ഓവർ അല്ല എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പാർട്ടി വലിയ പ്രതിരോധത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ് മുന്നണി. ഇതിൻ്റെ അടുത്ത് CPIയുടെ കാര്യമൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. സാധാരണ CPIക്ക് എത്ര സീറ്റ് കിട്ടും, മറ്റ് ഘടകകക്ഷികൾക്കൊക്കെ എത്ര സീറ്റ് കിട്ടും എന്ന് കൃത്യമായിട്ട് വിലയിരുത്തുന്നതാണ്. പക്ഷേ ആ വിലയിരുത്തലൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അത് വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. CPI പറഞ്ഞ് ഇത്രയേ ഉണ്ടാകുകയുള്ളൂ. കാരണം CPM-ന്റെ പതനത്തിന്റെ ആ കുത്തൊഴുക്കിൽ CPIക്കും കാലിടറി എന്നാണ് അവർ പറയാൻ പോകുന്നത്. CPI മാത്രമല്ല, ഇപ്പം AK ശശീന്ദ്രൻ ജയിക്കാൻ സാധ്യതയുണ്ടോ, രാമചന്ദ്രൻ കടന്നപ്പള്ളി ജയിക്കാൻ സാധ്യതയുണ്ടോ? ഈ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം പാർട്ടിക്കാർക്ക് പറയാനില്ല. ഞാനിത് ഈ കണ്ണൂരും കോഴിക്കോടും ഒക്കെ കൃത്യമായി ഏലത്തൂരൊക്കെ അന്വേഷിച്ചിട്ട് പറയുന്നതാണ്. ഇവരൊക്കെ ജയിപ്പിച്ചോണ്ട് ഈ രണ്ടുപേരും ജയിപ്പിച്ചോണ്ടിരുന്നത് CPM വോട്ടുകളല്ലേ? CPM വോട്ടുകളാണ്. CPM-നെ സ്വന്തം വോട്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പോഴാ പിന്നെ ഘടകകക്ഷിയെ കൂടി, അതും ഈ പറയുന്ന 80 കഴിഞ്ഞ വയോവൃദ്ധന്മാരായ ആൾക്കാർ, ആരോഗ്യ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ, ഇവരെയൊക്കെ ഇനിയും കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്ന് കരുതാൻ മാത്രമുള്ള മൂഢത്വം എനിക്കില്ല. നമുക്ക് അങ്ങേക്ക് എന്ത് തോന്നുന്നു? അതെ, സ്വാഭാവികമായിട്ടും ഒരു ചെറുപ്പക്കാരൻ നിന്നാൽ എന്തുകൊണ്ടും നമ്മൾ പറഞ്ഞാൽ കേൾക്കുമല്ലോ എന്നൊരു തോന്നില്ല. അല്ല, ഇത് ഈ പറഞ്ഞ പല ആൾക്കാർക്കും ചെവി കേൾക്കില്ല, കണ്ണ് കാണില്ല, വലിയ ബുദ്ധിമുട്ട്. അവർ നിയമസഭയിൽ വന്ന്, താങ്കൾ കണ്ടതല്ലേ നിയമസഭയിൽ ഏറ്റവും ഒടുവിലത്തെ പെർഫോമൻസ് പോലും നമ്മളെല്ലാവരും കണ്ടതല്ലേ. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കണ്ടറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. പലതവണ സ്പീക്കർ പറഞ്ഞിട്ടുണ്ട് ആ ഇയർഫോൺ ചെവി വെക്കുന്നത് സഭയ്ക്കുള്ളിൽ അല്ലേ, പറയുന്നത് കേൾക്കുന്നില്ല. അവിടെ സ്പീക്കറുണ്ട്, വലിയ സ്പീക്കർ പറഞ്ഞ സന്ദർഭങ്ങൾ പോലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് ഫലം എന്താണെന്ന് വിലയിരുത്താൻ CPM-ന് സാധിച്ചിട്ടുണ്ട്. അവർ കൃത്യമായി എന്താണ് സംഭവിക്കാൻ പോകുന്നതിലേക്ക് അവർ വിരൽ ചൂണ്ടിയിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ പറയുന്നതെല്ലാം നമ്മുടെ അഭിപ്രായങ്ങളല്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നതിന് ശേഷം അതിൽ നിന്ന് പുറത്തു വന്ന വിവരങ്ങൾ വാർത്തയായിട്ട് അവരെന്ന നേതാക്കളെ ആശ്വസിപ്പിക്കാനായിട്ട് നേതാക്കൾ വഴി അണികൾ എന്ന് തൽക്കാലത്തേക്ക് ഈ ഒരു ഇടക്കാലത്ത് നിന്ന് ഒരു കൂളന്റ് ആയിട്ട് പുറത്തുവിട്ട ചില കണക്കുകളാണ് വെച്ചാൽ ഒന്ന് മയപ്പെടുത്തി ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുന്ന ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, ഫലം വരട്ടെ.